ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ വിശുദ്ധ ദിവസം, പ്രത്യേകിച്ചും ശബത്തിൻ്റെ ദിവസത്തിൽ തന്നെ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനം ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഈ വിശുദ്ധ ശബത്ത് വളരെ വിശുദ്ധിയോടും പവിത്രതയോടും കൂടെ അതിൻ്റെ അനുഗ്രഹത്തെ ഇന്ന് പകൽ നാം ഏറ്റെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിട്ട് ഒരു വിശുദ്ധ ശബത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ നമുക്ക് പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഹാപ്പി ശബത്ത് ഞാൻ നേരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ ചിന്തിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ചിന്തിക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുന്ന വചനം യെശയ്യാപ്രവാചകൻ 33-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയും ആയിരിക്കണമേ. ഈ വചനം ഇവിടെ യെശയ്യാപ്രവാചകൻ എഴുതുന്നത് തൻ്റെ ജനത്തെ കഷ്ടതയുടെ നടുവിൽ നിന്നും ഉദ്ധരിക്കുന്നതായ ഒരു അനുഭവമാണ്. നമുക്കറിയാം, സാത്താനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നവനും നമ്മളെ ദൈവത്തിന് സ്തോത്രം അത്യന്തം കാഠിന്യമായിരിക്കുന്ന ജീവിത രീതിയിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുവാനും ആഗ്രഹിക്കുന്നതാണ്. സാത്താൻ ഒരിക്കലും നമ്മളോട് ചേർന്ന് പോവുകയില്ല. കാരണം സാത്താനും തൻ്റെ ജനവുമായിട്ട് വളരെയധികം വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കള്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വഞ്ചിക്കപ്പെട്ടും പരീക്ഷിക്കപ്പെട്ടും പാപത്തിൽ തള്ളപ്പെട്ടവരായിരിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം ഉദ്ധരിക്കുവാനാണ് നോക്കുന്നത്. പക്ഷേ സാത്താനോ അവരെ തകർത്ത് കളയുവാൻ. അതുകൊണ്ട് അന്ത്യകാല പീഡനകാലത്ത് അവരെ ഒരിക്കലും ദൈവം തള്ളിക്കളയുകയില്ല. കാരണം അവർ അനുതപിച്ചുകൊണ്ട് അവർ മടങ്ങി വരുവാനാണ് ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത്. അനുതാപത്തോടെ മടങ്ങി വരികയും സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനെ അതിജീവിക്കുന്നതുമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ സാത്താൻ പല തന്ത്രങ്ങളും എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും തൻ്റെ പിതാവ് തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് സ്തോത്രം സമ്മതിച്ചില്ല. കാരണം സാത്താന്റെ തലയെ ക്രൂശിൽ ദൈവം എന്ത് ചെയ്തു? കൊണ്ടാടി, ജയോത്സവം കൊണ്ടാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളെ അതിക്രമങ്ങളാലും പാപങ്ങളാലും കിടന്ന് നമ്മെ യേശുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ യോശുവ പറയുന്നത്, യെശയ്യാപ്രവാചകൻ പറയുന്നത്, യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ദൈവത്തിന് സ്തോത്രം. കാരണം പാപത്തിൽ കിടക്കുന്നതായ തൻ്റെ മക്കളെ വീണ്ടെടുത്ത് അവൻ്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിലും ചിലർ പാപത്തിൽ പിന്നെയും ആണ്ടുപോകുകയാണ്. അവരെ കണ്ടുകൊണ്ട് സാത്താൻ അവൻ്റെതായിരിക്കുന്ന ബുദ്ധിയും ശക്തിയും തന്ത്രങ്ങളും എടുത്തുകൊണ്ട് അവരൊരിക്കലും ഉയർത്താതെ അവരെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുവാനും ആ സാത്താൻ പ്രവർത്തിക്കുമ്പോൾ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നതായ ഒരു ജീവിതമാണ് ഞാനും നിങ്ങളും. അപ്പോൾ കർത്താവ് നമ്മെ ഒരിക്കലും അന്ത്യപീഡനകാലത്തേക്ക് തള്ളിക്കളയുകയില്ല. അവർ അനുദപിച്ച് ദൈവത്തോട് അടുത്ത് വരുവാനും അവർ മടങ്ങി വരുവാനുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്കറിയാം, ഈ ശബത്ത് ദിവസത്തിൽ ദൈവത്തിന് സ്തോത്രം എത്രമാത്രം നമ്മൾ ഭാഗ്യമുള്ളവരാണ്. കാരണം കർത്താവിൻ്റെ വരവ് താമസിച്ചത് കൊണ്ടാണ് ഒരു വിശുദ്ധ ശബത്ത് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ ചേർന്ന് ജീവിക്കുവാൻ ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ജനത്തെ നശിപ്പിച്ചു കളയുവാനോ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അന്യായമായിരിക്കുന്ന അനേക പ്രവർത്തനങ്ങൾ, സാത്താന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ ആരാണ്?
ആവശ്യമില്ലായിടത്ത് അതിക്രമിച്ച് കയറുകയും ദൈവമക്കളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ദൈവമക്കളുടേതായിരിക്കുന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതായ ഒരു കാലയളവിലാണ് നാം നിൽക്കുന്നത്. സാത്താൻ എപ്പോഴും വഞ്ചകനാണെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ പർദീസയിൽ തൻ്റെ മക്കളെ ദൈവത്തിന് സ്തോത്രം നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അവരെ അംഗീകരിപ്പിച്ചിട്ട് അവരെ ചതിച്ച് അവരെ വഞ്ചിക്കുന്നതായ ഒരു അനുഭവം സാത്താൻ അവിടെ പ്രവർത്തിക്കുവാനിടയായി. പക്ഷേ ദൈവത്തിന് സ്തോത്രം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരായതുകൊണ്ട് അവൻ പറഞ്ഞ വാക്കിൽ വീണു പോകുവാനിടയായി. അപ്പോഴും അവിടെ കർത്താവ് നമ്മുടെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ട്, പല വീഴ്ചകളും കണ്ടുകൊണ്ട്, ദൈവം മനസ്സരിവും ദീർഘക്ഷമയും ഉള്ളതായതുകൊണ്ട് അവരെ അതിൽ നിന്നും കരകയറ്റുവാൻ കർത്താവ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൃഷ്ടി, ദൈവത്തിന് സ്തോത്രം, തൻ്റെ ജനത്തിന്മേൽ അവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാത്താന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയാതിരിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെതായ കണ്ണുനീരുകളും വേദനകളും കാണുമ്പോൾ കർത്താവിൻ്റെ ചങ്ക് തകരുന്നതായിരിക്കുന്ന ഒരു അനുഭവം ആണ് കർത്താവ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ദൈവമക്കൾ എന്ന് പറയുന്നതുകൊണ്ട് അവർ പാപത്തിന്റെ വഴിയിൽ കൂടെ കടന്നു പോകുമ്പോഴും അവർ അറിഞ്ഞും അറിയാതെ ചെയ്യുന്ന പാവങ്ങൾ കാണുമ്പോൾ യേശു വളരെയധികം ദൈവത്തിന് സ്തോത്രം, സ്വർഗം അത്രമാത്രം ദുഃഖിക്കുകയാണ്. എന്നാൽ അവർ നിങ്ങളുടെ നിലവിളി എവിടെ എത്തുന്നു? സ്വർഗത്തിലെത്തുന്നു. ആ നിലവിളിയുടെ മുമ്പിൽ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ സാത്താന്റെ ബലിഷ്ഠമായിരിക്കുന്ന കരങ്ങളിൽ നിന്ന് വിടുവിക്കുവാനാണ് കർത്താവ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഫറവോന്റെ കാലത്ത് തന്റെ ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ നിലവിളിയുടെയും കണ്ണുനീരിന്റെയും വേദനയുടെ ഒക്കെ നടുവിൽ ദൈവത്തിന് സ്തോത്രം അവസാനം തന്റെ ദാസനായിരിക്കുന്ന മോശയെ അയച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നതായി കാണാം. അവസാനം അവർ പിന്നെയും അവരെ പിന്തുടരുമ്പോൾ എന്നേക്കുമായി ഫറവോനെ അവരുടെ സൈന്യത്തെയും ആ മരുഭൂമിയിൽ നിന്ന്, ആ ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റുന്നതായ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാവിലെ തോറും നീ അവർക്ക് ഭുജവും, ദൈവത്തിന് സ്തോത്രം, കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കുന്നുവല്ലോ. ദൈവം തന്റെ ഭുജം കൊണ്ട്, ആ ബലമുള്ള നീട്ടിയ ഭുജം കൊണ്ട് തന്നെ ദൈവം നമ്മളെ താങ്ങുന്നു എന്നിവിടെ പറയുന്നു. ആയതുകൊണ്ട് ഈ വിശുദ്ധ ശബത്തിൽ ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ആ വിശുദ്ധ ശബത്തിന്റെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട്, അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് മുൻപ് നീങ്ങാം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്നതായ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവജനം കഷ്ടകാലം കൊണ്ട് ശുദ്ധീകരിക്കുന്നതായ ഒരു ദിവസം, ദൈവത്തിന് സ്തോത്രം, കഷ്ടതയുടെ നടുവിൽ കൂടെ പോയെന്ന് പറഞ്ഞാലും നമ്മളെ ശുദ്ധീകരിക്കുന്നതായ ഒരു ദൈവമുണ്ട്. ചില വേദനകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മളെ കണ്ണുനീര് കാണുന്നില്ല എന്നുള്ളതല്ല, നിന്നെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ശുദ്ധീകരണത്തിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം, ഈ ശബദിന്റെ ദിവസത്തിൽ ഞങ്ങൾ കേട്ട തിരുവചനത്തിനായി സ്തോത്രം. ഇന്ന് പകൽ കർത്താവേ, നീ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, നീ ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. സാത്താൻ അവൻ്റെതായ മുഴുവനത്തോടുകൂടി നാളുകളിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി കർത്താവേ, ബുദ്ധിപൂർവം ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ഹാപ്പി ശാബത്ത് നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.